CCTVകളുടെ നിരോധനം ഇന്ത്യയിൽ. അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ വരുന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി CCTVകൾ മാറാൻ തുടങ്ങിയിട്ട് ഒത്തിരിയേറെ കാലമായിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ സുരക്ഷ, സ്ഥാപനത്തിൻ്റെ സുരക്ഷ, എന്തിനേറെ പറയാം നമ്മുടെ കുട്ടികളുടെയും വാഹനത്തിൻ്റെയും സുരക്ഷ പോലും CCTVയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത്തരം CCTV ബാനിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബാനിങ് അല്ല വന്നിരിക്കുന്നത്. അതിന് പകരമായിട്ട് STQC എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ക്വാളിറ്റി ആയിട്ടുള്ള പെരിഫറൽസിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, CCTVയിൽ ചൈനീസ് ഭീമന്മാരെ പതിയെ ഒഴിവാക്കി മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിലൂടെ കൂടുതൽ ഇന്ത്യൻ കമ്പനികളെ കൊണ്ടുവരിക എന്നുള്ളതും അതിലൂടെ രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ളതുമെല്ലാം ഇതിൻ്റെ ഉദ്ദേശമായിട്ട് നിലവിൽ പറയുന്നുണ്ട്. എന്നാൽ വേറൊരു കാര്യം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ചൈനീസ് ഭീമന്മാരായിട്ടുള്ള ഹൈക്ക് വിഷൻ, TP ലിങ്ക്, ദുവ തുടങ്ങിയ വൻകിട ബ്രാൻഡുകളാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കാൻ പോകുന്നത്. ഇവയ്ക്ക് നിലവിൽ STQC സർട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ നമ്മളിത് എന്താണ് നമുക്കിതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ, STQC സർട്ടിഫിക്കേഷനുള്ള ബ്രാൻഡുകൾ വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ നിലവിലുള്ള ഉപയോഗിക്കുന്ന ആളുകൾക്ക് STQC ഇല്ലാത്തതിനാൽ പുതുതരത്തിലുള്ള അപ്ഡേഷൻസും മറ്റും കിട്ടാതെ വരികയും ഇതുമൂലം ഒരു പക്ഷേ സെക്യൂരിറ്റി കൺസേൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുതിയ STQC സർട്ടിഫിക്കേഷനുള്ള CCTVയിലേക്ക് മാറുക എന്നുള്ളതാണ്